ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് അവല് ചേർത്ത് കൊടുക്കാം. അവല് ഞാനിപ്പോൾ ഇവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്, മീഡിയം തിക്നെസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വെളുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ളതോ ആയിട്ടുള്ള അവൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ പൊട്ടുന്ന രീതിക്കായി കിട്ടണം. ആ ഒരു സമയം വരെ മാത്രമാണ് ഇതൊന്ന് വറുത്തെടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആക്കുന്നില്ല, ഒരല്പം തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ ചെയ്യുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ഒരു പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അരിച്ചൊന്നും എടുക്കുന്നില്ല. അഥവാ നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അരിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര പാനി ഇപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത നിലക്കടല പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിലക്കടല നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്താൽ മാത്രം മതി. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഡ്രൈ ആയി വരുന്നത് വരെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടൊരൽപ്പം മാറി വന്നതിന് ശേഷം വേണം നമ്മൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം. ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉപയോഗിച്ചിട്ടാണ്. ആദ്യം നന്നായിട്ട് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടയിൽ നിന്നും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കയ്യിലേക്ക് വെച്ച് ടാപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് സാധാരണ ലഡ്ഡു ഷേപ്പിലേക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണം.